നമസ്കാരം. നാലകത്ത് സൂപ്പി എന്നൊരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ വെള്ളാപ്പള്ളി സഖാവേ? NSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അന്ന് 2002 മുസ്ലിം ലീഗുകാരനായ ആ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? അതോ പ്രായാധിക്യത്തിൽ ഓർമ്മയൊക്കെ പോയോ? വിശദമായി തന്നെ മനസ്സിലാക്കി തരാം. ഇടത് സർക്കാർ ഇനിയും വരുമെന്നൊക്കെ മുഷ്ടി ചുരുട്ടി പറയുമ്പോഴും നെഞ്ചിനകത്ത് തീയും, കണ്ണുകൾ നിറയെ കണ്ണുനീരും, ചങ്ക് നിറയെ അപമാന ഭാരവും വേദനയും ഒക്കെയാണല്ലോ എൻ്റെ വെള്ളാപ്പള്ളി സഖാവേ. ശബരിമല അയ്യപ്പനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടുത്ത് വന്ന് നിന്നാൽ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം വണങ്ങുക പിണറായി വിജയനെയാകും. കയ്യിൽ തേങ്ങയുണ്ടെങ്കിൽ അത് പിണറായി സംശയം ഉടയ്ക്കുകയും ചെയ്യും. അത്രയ്ക്ക് ഭയഭക്തി ബഹുമാനമാണ് വെള്ളാപ്പള്ളി ഭക്തന് പിണറായി വിജയനോട്. എന്നിട്ടിതാ ഇപ്പോഴൊരു രോദനം വെള്ളാപ്പള്ളിയുടെ മുഖത്ത് നിന്നും വന്നു. മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊന്നും SNDPക്ക് സ്കോഡുകളില്ലെന്നും അവിടെ തുടങ്ങാൻ അനുവദിക്കുന്നില്ലെന്നും വർക്കലിലെത്തിയ വെള്ളാപ്പള്ളി നടേശൻ അറിയാതെ തുറന്ന് പറഞ്ഞുപോയി. ഇതോടെ അവിടെ സ്ഥലം വാങ്ങാനാകുന്നില്ലേ എന്ന് ചോദ്യമുയർന്നു. സ്ഥലമുണ്ടേ എന്ന് വെള്ളാപ്പള്ളി മറുപടി നൽകി. പിന്നെ എന്തുകൊണ്ടാണ് തുടങ്ങാൻ പറ്റാത്തതെന്ന ചോദ്യത്തിന് അനുവാദമില്ലെന്നായിരുന്നു പാവം വെള്ളാപ്പള്ളിയുടെ വിശദീകരണം. ആരുടെ അനുവാദമെന്ന അടുത്ത മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് സർക്കാരിൻ്റെ എന്ന് വെള്ളാപ്പള്ളി അറിയാതെ പറഞ്ഞുപോയി. അതാണ് വെള്ളാപ്പള്ളിയുടെ പ്രായാധിക്യം ഉണ്ടാക്കുന്ന ചില വിഷമതകൾ. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിലെ ഭരിക്കുന്നതെന്ന അടുത്ത ചോദ്യത്തിന് ഇപ്പോഴത്തെ അല്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ കഴിഞ്ഞ 9 വർഷമായി ഇവിടെ പിണറായി സർക്കാർ അല്ലേ എന്ന അടുത്ത ചോദ്യം. ഇതോടെ റിപ്പോർട്ടറെ കുറേ നാളായി തുടങ്ങിയിട്ട് പോടാം എന്ന് ശോഭിച്ച് വെള്ളാപ്പള്ളി മൈക്കും തട്ടിമാറ്റി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇതിനിടെ ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇടതു മുന്നണിയുടെ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും വെള്ളാപ്പള്ളി നടേശനാണെന്ന് CPI പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ നോ ആൻസർ. ഇതിനൊന്നും മറുപടി നൽകാതെ വെള്ളാപ്പള്ളി മടങ്ങി. ഇനി വെള്ളാപ്പള്ളി നടേശനെ അറിയാൻ ചിലതൊക്കെ പറയട്ടെ. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 2002 കേരളം ഭരിക്കുന്നത് UDF സർക്കാർ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗുകാരനായ അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി. SNDP ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗുകാരനായ വിദ്യാഭ്യാസ മന്ത്രി SNDP യോഗത്തിന് അനുവദിച്ച കോളേജാണ് മലപ്പുറത്ത് തലയുയർത്തി ഇപ്പോഴും നിൽക്കുന്നത്. നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന SNDP YSS കോളേജ് പെരിന്തൽമണ്ണ. മുസ്ലിം ലീഗ് മന്ത്രി NOC നൽകിയ കാലിക്കറ്റ് സർവകലാശാലയിലെ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനുമതി നൽകിയ സ്വാശ്രയ കോളേജ്. ഈഴവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായ ധാരാളം പ്രദേശത്തെ കുട്ടികൾ ശ്വാസം മുട്ടാതെ പഠിച്ചു വളരുന്ന ഒരു മികച്ച കലാലയം. നന്ദി പറയണം വെള്ളാപ്പള്ളി, താങ്കളതിന് നാലകത്ത് സുപ്പിയോടെങ്കിലും. ഇനി പിണറായി വിജയൻ്റെ കാറിൽ ചെന്ന് കയറിയിട്ട് വെള്ളാപ്പള്ളിക്ക് കിട്ടിയ മലപ്പുറത്തെ കോളേജുകളുടെ ചിത്രങ്ങളൊക്കെ ഒന്നെടുത്ത് പുറത്തിടണം സഖാക്കളും വെള്ളാപ്പള്ളിയുടെ അനുയായികളുമൊക്കെ. ഒന്ന് കാണട്ടെ, ജനമൊന്ന് കാണട്ടെ. കിട്ടിയതൊക്കെ എടുത്ത് ആവനാഴിക്കുള്ളിൽ ഭദ്രമാക്കി വച്ചിട്ട് പാത്തും പതുങ്ങിയും ഇപ്പുറത്ത് വന്ന് ചാടി വന്ന് സ്വന്തം മേന്മയും ഇനി ഇടത് സർക്കാർ വരട്ടെ, ഇനിയും വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇടതുകാർ പോലും ഓർക്കുന്നില്ല വെള്ളാപ്പള്ളി എന്നാൽ ചലിക്കുന്ന ഒരു ആറ്റം ബോംബാണ്.